കണ്ണൂർ പാനൂരിൽ UDF പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരിക്കുകയാണ്. വടിവാളുമായി അക്രമം നടത്തി CPM പ്രവർത്തകർ. മുഖം മൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, തോറ്റത്തിന് വടിവാളെടുത്തിട്ട് കാര്യമുണ്ടോ? കണ്ണൂർ പാറാട് എന്ന സ്ഥലത്താണ് ഈ സംഭവം, ഈ അക്രമം അരങ്ങേറിയത്. അതായത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷം LDF-നൊപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. അത് ഇത്തവണ UDF-നൊപ്പം നിന്നു. അതിനുശേഷം UDF-ന്റെ വലിയ ആഘോഷ പ്രകടനം ഈ പാറാട് ടൗൺ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായത്. ഈ CPM പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ സ്ഫോടക വസ്തു ലീഗ് ഓഫീസിന് നേരെ അടക്കം എറിഞ്ഞു എന്നതാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല വീട് കയറിയുള്ള അക്രമവും ഉണ്ടായി. വടിവാളുമായാണ് ഈ സംഘം എത്തിയ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വടിവാളുമായി എത്തിയ സംഘം വീടിനുള്ളിൽ കയറി ഈ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാർ അടക്കം തകർക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മാത്രമല്ല വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ പറയുന്ന രീതിയിൽ വടിവാൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും കല്ലേറുണ്ടാവുകയും ചെയ്തു. അങ്ങനെ വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ഈ പ്രദേശത്ത് പാറാട് ടൗണിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ച് ആണ് ഇത്തരമൊരു സംഘർഷം ഇപ്പോൾ ഉണ്ടായത്. വടിവാളടക്കം കയ്യിലേന്തിയാണ് ഈ CPM പ്രവർത്തകർ ഈ വീട്ടിലേക്ക് വരുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഫെലിക്സ്, ഇപ്പം മുഖംമൂടി ധരിച്ചെങ്കിലും കുറച്ചധികം ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന്? UDF പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അത് LDF-ൽ നിന്നും UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത്. അതും പരസ്യമായി ഈ പറയുന്ന വടിവാൾ ഉപയോഗിച്ച് CPM പ്രവർത്തകർ റോഡിലൂടെ നടക്കുകയും ഇങ്ങോട്ടേക്ക് കയറി വീടുകൾക്കും മുമ്പിലേക്ക് കയറി വീട്ടുകാരെ ആക്രമിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചത്. ഒപ്പം തന്നെ സ്ഫോടക വസ്തു ലീഗ് ഓഫീസിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ബോംബ് എറിഞ്ഞു എന്നതാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ശരി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വരികയാണ്. CPM അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഫെലിക്സ് നമുക്കിപ്പം തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇതിപ്പോൾ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് വന്നത്. അതല്ലാതെയും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ അക്രമം ഉണ്ടായിട്ടുണ്ടോ? കണ്ണൂർ പാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. UDF പ്രവർത്തകർക്ക് CPM മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുകയാണ്. പരിക്കേറ്റ ആളുകളെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വടിവാളുമായി എത്തിയാണ് CPM പ്രവർത്തകർ ഈ അക്രമം അഴിഞ്ഞാട്ടം നടത്തിയത്. മുഖം മൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത്.